ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ അതിൻ്റെ പിന്നിലെ രഹസ്യം, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, വരാൻ പോകുന്നു, കഴിഞ്ഞതൊക്കെ ത്രികാലജ്ഞാനം നമ്മൾ പറയും. ഈ ത്രികാലജ്ഞാനം ആർക്കാ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആധുനിക മനഃശാസ്ത്രത്തിൽ ചില തമാശകൾ കാണാം. വാഴക്കുന്ന നമ്പൂരിയെ ഒരു ദിവസം ഞങ്ങൾ ക്ഷണിച്ചു. ഞാനന്ന് സ്റ്റുഡൻ്റാണ്, മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. സന്ധ്യാസമയത്ത് പോർട്ടിക്കോവിൽ ഏകദേശം 600 പേരുണ്ട്, സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും കൂടി. അവിടെ വെച്ച് ഇദ്ദേഹത്തിനൊരു മാജിക് ഷോ ഏർപ്പാട് ചെയ്തു. അങ്ങനെ മാജിക്കിൽ സ്റ്റേജിൽ ഞങ്ങളൊക്കെ സ്റ്റേജിൽ സഹായിക്കാൻ വേണ്ടി അപ്പുറപ്പുറമൊക്കെ ഇയാൾക്ക് വേണ്ട ഒത്താശ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, വയസ്സുകാലമായി, എനിക്കിതിനൊന്നും വയ്യാതായി, പക്ഷെ എന്നാലും മെഡിക്കൽ സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ വരാനുള്ളൊരു പ്രേരണ എന്താണെന്ന് വെച്ചാൽ വയസ്സായി വല്ല സൂക്കടായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ അത് നമ്മളെ മാജീഷ്യനാന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ല നിങ്ങളുടെ കൺസിഡറേഷനൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ 12 വയസ്സായ ഒരു കുട്ടിയെ ഒരു മേശപ്പുറത്ത് കിടത്തി ഹിപ്നട്ടൈസ് ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞു, ഈ കുട്ടി ഉറങ്ങുകയാണ്, ആണോ അല്ലേന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, നിങ്ങൾക്ക് ഡോക്ടർമാരല്ലേ. ഞാൻ ഉറക്കി, ഹിപ്നട്ടൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇവനെ കൊണ്ട് അതിൻ്റെ ഉത്തരം പറയിച്ചു തരാം. അപ്പോൾ ഒരാൾ സിഗർ പേപ്പറിൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അക്ക എഴുതി, 276 പെരുക്കണം 364 ഡിവൈഡഡ് ബൈ 324 ഓൾ ടു ദ പവർ 2, ഇങ്ങനെയൊക്കെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൈ ഇങ്ങനെ പൊക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഹിപ്നട്ടൈസ്ഡായി കിടക്കുന്ന കുട്ടിയോട്, ആരോ ഒരാൾ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്, എന്താന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് മൈക്ക് വായൻ്റെ അടുത്ത് പിടിച്ചു. അവൻ കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് അതേമാതിരി പണ്ട് വായിക്കുന്ന മാതിരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒത്തുകളിയായിരിക്കും, ഇന്നലെ ബൈഹാർട്ട് പഠിപ്പിച്ചായിരിക്കും, നിങ്ങൾക്ക് ആർക്കാ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷണം നടത്താമെന്ന്. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് എഴുതി 13 പേരോളം ടെസ്റ്റ് ചെയ്ത് അത് ശരിയാന്ന് തെളിഞ്ഞു. അപ്പോൾ ഈ കിടക്കുന്ന ഹിപ്നട്ടൈസ് ചെയ്ത ഒരാളുടെ സ്വഭാവം എന്താ വെച്ചാൽ, ഹിപ്നട്ടൈസ് ചെയ്ത ആൾ എത്ര മെല്ലെ പറഞ്ഞാലും അയാൾ കേൾക്കും, അതിന് റെസ്പോണ്ട് ചെയ്യും ചെയ്യും. പക്ഷെ അല്ലാത്തവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, വെടി പൊട്ടിച്ചാൽ പോലും ആ ആൾക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിശേഷതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അയാളെ ഉണർത്തി എഴുന്നേറ്റ് പറഞ്ഞയച്ചു. എന്നിട്ടാണ് ബാക്കി മാജിക് ഷോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർമാരുടെ ഇടയിൽ ഭയങ്കര ചർച്ചയായി, എന്തിപ്പോൾ ഇതിങ്ങനെ, എങ്ങനെ അതൊക്കെ സാധിക്കുന്നു കണ്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ശാസ്ത്രത്തെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ 90 സ്പുട്നിക് നമ്മൾ ചന്ദ്രഗോളത്തിലേക്ക് വിട്ടു, അതിലൊന്ന് മാത്രം അവിടെ ഇറങ്ങി, ബാക്കി 98 താഴോട്ട് തന്നെ പരാജയപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രം തെറ്റല്ല, ശാസ്ത്രം ശരിയാണ്. ആകസ്മികമായിട്ട് ഫ്ലൂക്കിന് ഒന്ന് അവിടെ ചെന്നിറങ്ങിയതാണെന്ന് ആരും പറയില്ല, ശാസ്ത്രം ശരിയാണെന്ന് അർത്ഥം. പക്ഷേ ടെക്നിക്കലായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാം. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരുടെ ഷോർട്ട് കമ്മിങ്സ് കൊണ്ട് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു മഹത്തായിട്ടുള്ള സംഗതിയുണ്ട്. അത് ഹിപ്നട്ടൈസ് ചെയ്ത് ഹിപ്നോട്ടിക് സയൻസ് ഡെവലപ്പ് ചെയ്ത് പോരുന്ന സമയത്ത് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരുന്നു. ഒരാളെ ഹിപ്നട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോധമനസ്സ് അങ്ങ് ലയം പ്രാപിക്കുകയാണ്. അതായത് ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് അവരെ തന്നെ പറയുന്നത്. ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഫ് ഓബ്ജക്ട്സ്, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഗത്തിനെയാണ് ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതും ഭാഷ പഠിച്ച ആ ഭാഷയുള്ളവരായിട്ട് കൈകാര്യം ചെയ്യുന്നതും അത് ഗവേഷണം ചെയ്യുന്നതും കണ്ടുപിടുത്തം ഉണ്ടാക്കുന്നു എല്ലാം നമ്മുടെ ഓബ്ജക്റ്റീവ് മൈൻഡിൻ്റെ പ്രതിഭാസമാണ്. ഓബ്ജക്റ്റീവ് മൈൻഡും വേൾഡ് ഓഫ് ഓബ്ജക്ട്സും തമ്മിലുള്ള ഇൻട്രാക്ഷനിലാണ് നമ്മളെ ലൈഫ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ഹിപ്നട്ടൈസ് നമ്മളതുകൊണ്ട് ഉറങ്ങി എന്ന് വയ്ക്കാം. സാധാരണ നമ്മളങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോധമനസ്സ് പ്രവർത്തിക്കുന്നേ ഇല്ല, ഓബ്ജക്റ്റീവ് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. ആര് വന്ന് വിളിച്ചാലും ഒന്നും അറിയുന്നില്ല, നോക്കിയാൽ കാണുന്നില്ല, കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങുകയാണെങ്കിൽ തിരിച്ചറിയുന്നില്ല, മേലെന്ത് കഴിഞ്ഞു പോയാലും നമുക്ക് യാതൊരു വിരോധമില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ആ സമയത്തും ഹാർട്ട് അടിക്കുന്നു, ശ്വാസോച്ഛ്വാസം നടക്കുന്നു, ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നു, ശരിക്ക് കിഡ്നികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്ലാൻസ് ഫങ്ഷൻ ചെയ്യുന്നു, തിന്ന ആഹാരം ദഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യാതൊരു കുഴപ്പവും ശരീരത്തിന് പറ്റുന്നില്ല. മാത്രമല്ല ബ്ലഡിൻ്റെ ഉള്ളിലുള്ള കെമിസ്ട്രി, സോഡിയം, പൊട്ടാസ്യം, ബ്ലഡ് യൂറിയ, ബ്ലഡ് ഷുഗർ, ഇതിൻ്റെ ഒന്നും ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ ഈ ഓബ്ജക്റ്റീവ് മൈൻഡ് ടോട്ടലായിട്ട് ഡിസോൾവ് ചെയ്ത സമയത്തും
ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന മറ്റൊരു ശക്തി ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നർത്ഥം. അതാണ് ഹാർട്ട് അടിപ്പിക്കുന്നത്, ശ്വാസോച്ഛ്വാസം നടത്തുന്നത്, ഈ മസിൽ ടോണ്, നെർവ് ടോൺ, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നു. നമ്മളെ ജീവനോടുകൂടി നിലനിർത്തുന്നത് ആ മൈൻഡാണ്, ആ ബോധമാണ്. അതിനെ അവർ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. സബ്ജക്റ്റ് ഇതിനെ നിലനിർത്തുന്നതായിട്ടുള്ള മറ്റൊരു മൈൻഡ്. അപ്പോൾ ഓബ്ജക്റ്റീവ് മൈൻഡ് ബോധമില്ലാതെ ഉറങ്ങുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉറങ്ങാതെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഈ ഓബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓബ്ജക്റ്റീവ് മൈൻഡ് ഉറങ്ങുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റീവ് മൈൻഡിന് ഉറക്കമില്ല, യാതൊരു തരത്തിലുള്ള വിടുതലുമില്ല അതിൻ്റെ പ്രവർത്തിക്ക്. അത് അനുസ്യൂതം, നിരന്തരം. അതായത് നമ്മൾ എന്ന് തുടങ്ങി അവസാനം മരണം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സബ്ജക്റ്റീവ് മൈൻഡ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ അസാധാരണ കഴിവുകളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി നോക്കി. അപ്പോൾ എന്താണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് നോക്കുക. ആഹാരം കഴിച്ച് നമ്മൾ കുറേ ചോറും കറിയും എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര വൈറ്റമിൻസ്, എത്ര മിനറൽസ്, എത്ര ട്രേസ് എലമെൻറ്റ്സ്, ഇത്രയേ ഉള്ളൂ 6 ഘടകങ്ങൾ. ഇത് എത്ര ഉണ്ടെന്ന് അളന്ന് കണക്കാക്കി അതിനെ ദഹിപ്പിക്കാൻ എത്ര എൻസൈം വേണം, അത്രമാത്രം എൻസൈമാണ് ഈ ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് മെറ്റബിളൈസ് ചെയ്യാൻ, ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ എത്ര ഷുഗർ അകത്ത് ചെന്നു, അതിനെ മെറ്റബിളൈസ് ചെയ്യാൻ എത്ര ഇൻസുലിൻ മോയിറ്റീസ് വേണം, അത്രമാത്രമേ പാൻക്രിയാസിൽ നിന്ന് വരുള്ളൂ. കുറച്ച് കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്ന് നമ്മൾ അന്നേരം മരിച്ചു കളയും. കുറച്ച് കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ലെവൽ ശരീരത്തിൽ കൂടുതലായിട്ട് ഹൈപ്പർഗ്ലൈസീമിക് കോമ, ബോധം കെട്ടുപോകും. പൊട്ടാസ്യം ലെവൽ കുറച്ച് കൂടി എന്ന് വെച്ചാൽ അന്നേരം ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. കുറഞ്ഞാലും ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. 3.5 മുതൽ 5.5 വരെ. 3.5 താഴെ പോയാൽ ഹാർട്ട് നിൽക്കും, 5.5 മേലെ പോയാലും ഹാർട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്നും പോവാതെ ഇപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ കുടിച്ചു, അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു, നമ്മൾ കിടന്നുറങ്ങി നിൽക്കുക. പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങ വെള്ളം മുതലായതിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ നമ്മളെ ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ 5.5 കൂടുതലാവില്ല. കൂടുതലായിക്കഴിഞ്ഞാൽ അപ്പം ഹാർട്ട് നിന്ന് കളയും. അപ്പോൾ ബോധപൂർവ്വം ഇതിനൊക്കെ ദഹിപ്പിക്കാൻ എത്ര എൻസൈം വേണം അത്രമാത്രം സെക്രീറ്റ് ചെയ്യാം. കൂടുതൽ എൻസൈം സെക്രീറ്റ് ചെയ്താൽ ആഹാരത്തെ ദഹിപ്പിച്ച് ബാക്കിയുള്ള എൻസൈം ശരീരത്തെ അങ്ങ് ദഹിപ്പിക്കും. വലിയ അപകടമാണ്. ഇനി വേണ്ടത്ര എൻസൈം സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ആഹാരം ഉള്ളിൽ കിടന്ന് ജീർണിച്ച് നമ്മൾ ചത്തുപോകും. അപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ എഫിഷ്യൻ്റായിട്ട് അളന്ന് കണക്കാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു മഹാശക്തി ഉണർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഉള്ളിൽ. അതിനെയാണ് സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഹാരം ദഹിപ്പിക്കാൻ ഇത്രയധികം കഴിവ് കാണിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ടടി, ലങ്സിൻ്റെ, കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനം ഇത്ര ഭംഗിയായിട്ട്, പിന്നെ തലച്ചോറിലാണെങ്കിൽ എത്രയാ സെൻറ്റേഴ്സ്, കോടി സെൻറ്റേഴ്സാണ്. അതെല്ലാം ഉണർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു മഹാശക്തി ഉള്ളിലുണ്ട്. അതിനെ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞു. ആ സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ച് കുറച്ച് ഗവേഷണം ചെയ്യാമെന്ന് തീരുമാനിച്ചു മനഃശാസ്ത്രകാരന്മാർ. അവരങ്ങനെ ഗവേഷണം നടത്തി നോക്കി. ഹിപ്നോ സയൻസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരാളെ സബ്ജക്റ്റീവ് മൈൻഡിനെ സ്റ്റഡി ചെയ്യാൻ ഈ ഒബ്ജക്റ്റീവ് മൈൻഡിനെ അങ്ങ് ഉറക്കുക, ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കി കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റീവ് മൈൻഡ് നമ്മളും തമ്മിൽ ബന്ധപ്പെടുക. അപ്പം അങ്ങനെ അവരാദ്യം നോക്കി. ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം അയാൾക്ക് സജഷൻ കൊടുക്കുകയാണ്, കയ്യിൽ കുറച്ച് തിളച്ച എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പൊള്ളിച്ചിട്ട് ഒരു ഗവേഷണം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന ആളോട് കുറച്ച് തിളച്ച എണ്ണ ഒഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ ആക്കെ പൊള്ളുന്ന അനുഭവമൊക്കെ ഇങ്ങനെ കാണിക്കും, നീണ്ട് വലിഞ്ഞ് വേണ്ട വിഷമങ്ങളൊക്കെ കാണിക്കും. മാത്രമല്ല കയ്യിൽ പൊക്കളയുണ്ട് വരും, ബബിൾസ്, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സ്കാൾഡിങ് എന്ന് പറയില്ലേ, വെറ്റ് ബേണിങ് ഉണ്ടായാൽ എങ്ങനെ, ശരിക്കും തിളച്ച എണ്ണ ഒഴിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. ഒഴിച്ചത് പച്ചവെള്ളമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് സങ്കല്പിച്ചു തിളച്ച എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച സമയത്ത് തിളച്ച എണ്ണ ഒഴിച്ച മാതിരിയുള്ള ഫിനോമിന ഉണ്ടായി. അപ്പോൾ യത് ഭാവാ തദ് ഭവതി, സബ്ജക്റ്റീവ് മൈൻഡ് എന്ത് ഭാവിക്കുന്നുവോ അതാണ് ഇവിടെ ഭവിക്കുന്നു എന്ന് മനസ്സിലായി. പിന്നെ നേരെ മറിച്ച് നോക്കി, ഞങ്ങൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് ഒരു പരീക്ഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിളച്ച എണ്ണ ഒഴിച്ചു. അപ്പോൾ യാതൊരു പൊള്ളലും ഇല്ല, ചൂടുമില്ല, ഒരു കുഴപ്പമില്ല. ഈ പ്രോട്ടീനൊക്കെ 56 ഡിഗ്രീൻ്റെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ കോയഗുലേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ 100 ഡിഗ്രീൻ്റെ മേലെയാണ് തിളച്ച എണ്ണയ്ക്ക്. അത് ഒഴിച്ചിട്ടും പച്ചവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചവെള്ളത്തിൻ്റെ ഗുണം മാത്രമേ അവിടെ ഉള്ളൂ, പ്രോട്ടീൻ കോയഗുലേറ്റ് ചെയ്യുന്നില്ല, ബേൺ ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ സബ്ജക്റ്റീവ് മൈൻഡ്
അത് പച്ചവെള്ളമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിളച്ച എണ്ണ ഒഴിച്ചാൽ പച്ചവെള്ളത്തിൻ്റെ ക്വാളിറ്റി മാത്രമേ കാണിക്കുകയുള്ളൂ. തിളച്ച എണ്ണയുടെ ഗുണങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് അവിടെ നടക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? തിളച്ച എണ്ണയ്ക്ക് ദഹിപ്പിക്കാനുള്ള പൊള്ളിക്കാനുള്ള കഴിവൊക്കെ അവിടെ പോയി. ആ ഒരു ശക്തി, ദാഹക ശക്തിയെ ന്യൂട്രലൈസ് ചെയ്യാണ് ഏത് ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. പിന്നെ അവർ നോക്കിയ എന്താണ്, കയ്യിലിങ്ങനെ ബ്ലേഡ് എടുത്ത് കീറുകയാണ്. കീറുമ്പോൾ എത്രയോ അധികം ഞരമ്പുകൾ കട്ട് ചെയ്ത് ബ്ലഡ് ഇങ്ങനെ ജെറ്റായി വരേണ്ടതാണ്. 20 സെക്കൻഡിൽ 60,000 നാഴിക ബ്ലഡ് ഓടുന്നുണ്ട് ശരീരത്തിൽ എന്നാണ് പറയും. ഭയങ്കര സ്പീഡിലാണ്. കാലിലും കയ്യിലും സിറിഞ്ച് വെച്ച ഒപ്പം റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ഒരാൾ ഇഞ്ചക്ട് ചെയ്യാൻ, മറ്റൊരാൾ ബ്ലഡ് വലിച്ചെടുക്കുക. ഈ ബ്ലഡിൽ ആ മരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. എത്ര സ്പീഡിലാണ് ബ്ലഡ് ഓടുന്നത്. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവിടെ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 7,000-ഓളം രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ അതിൽ കൂടെ ജെറ്റായിട്ട് ബ്ലഡ് ഒഴുകണ്ട. പക്ഷേ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ കൽപ്പിക്കുകയാണ്, ഇത് ഈ ബ്ലേഡ് കൊണ്ട് കീറുന്ന സമയത്ത് വേദനയും ഉണ്ടാവരുത്, രക്തം പൊടിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ സബ്ജക്റ്റ് മൈൻഡ് വിചാരിച്ചു ദർ വിൽ നോട്ട് ബി ബ്ലീഡിങ്, ദർ വിൽ നോട്ട് ബി പെയിൻ അങ്ങ് സങ്കല്പിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കീറിക്കഴിഞ്ഞാൽ വാടിപ്പഴുത്ത മാങ്ങ പൂണ്ട് അല്ലെങ്ങനെ അതുപോലെയാണ്, രക്തം ഓടുന്നില്ല. രക്തം പെട്ടെന്ന് വന്ന് അവിടുന്ന് ബൈപ്പാസ് ചെയ്തിട്ട് എത്തേണ്ട സ്ഥലത്ത് അതേ സമയത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ മുറിവായൊന്നും പുറത്തേക്ക് വരുന്നില്ല. മാത്രമല്ല കീറുന്ന സമയത്ത് വേദനയില്ല. അപ്പോൾ യത് ഭാവ തദ് ഭവതി, സബ്ജക്റ്റ് മൈൻഡ് എന്ത് ഭാവിക്കുന്നു അത് മാത്രമേ ഇവിടെ ഭവിക്കുകയുള്ളൂ എന്നർത്ഥം. പിന്നെ അവർ കാലദേശങ്ങളെ വെച്ച് ഗവേഷണം നടത്തി. ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയിക്കാൻ പറ്റുന്നവർ, അതായത് കാലദേശാതീതമായിട്ടുള്ള പ്രജ്ഞയാണെന്നർത്ഥം. അതുപോലെ വരാൻ പോകുന്ന കാര്യം ക്രോണോളജിക്കൽ ഓർഡറിൽ പറയിക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ പറയിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഹിപ്നോ സയൻസിൽ ഈ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് സബ്ജക്റ്റീവ് മൈൻഡിനെ കൊണ്ട് ഇത്രയും വലിയ അത്ഭുതകരമായുള്ള കഴിവുള്ളതാണ് സബ്ജക്റ്റീവ് മൈൻഡിന് എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിൽ വ്യാപകമായിട്ടുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. എന്താണ്? ബ്ലഡ് കെമിസ്ട്രി ആൾട്ടർ ചെയ്യാൻ. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ കടത്തിയിട്ട് സബ്ജക്റ്റീവ് മൈൻഡിനോട് ഹിപ്നോട്ടൈസ് ചെയ്ത് സബ്ജക്റ്റീവ് മൈൻഡിനോട് പറയാണ് ലെറ്റ് ദ ബ്ലഡ് ഷുഗർ വാല്യൂ ബി ബിറ്റ്വീൻ ദിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുമോ? വല്ല ബ്ലഡ് ഷുഗർ നോർമലാക്കാൻ പറ്റുമോ? ബ്ലഡ് യൂറിയ നോർമലാക്കാൻ പറ്റുമോ? ക്രിയാറ്റിൻ നോർമലാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഇപ്പോൾ ഓബ്ജക്റ്റീവ് മൈൻഡിന് പഠിച്ച ഭാഷയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സബ്ജക്റ്റീവ് മൈൻഡിന് അങ്ങനെയല്ല. ഏത് ഭാഷയിൽ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ സെൻസ് ക്യാപ്ചർ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അമൃതാനന്ദമയൊക്കെ അമ്മ ജപ്പാനിലൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കൽ അമ്മ പറഞ്ഞതാണ്. അവിടെ വരുമ്പോൾ കുട്ടികളൊക്കെ കുടുകുടൂന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതൊക്കെ അമ്മ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുക്കും. അവരെന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഏകദേശം അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ സബ്ജക്റ്റ് മൈൻഡ് ഒരു സ്റ്റിമുലേഷൻ കിട്ടിയതുകൊണ്ട് കൂടുതലായിട്ട് അവർക്ക് നമ്മളെക്കാളും മറ്റുള്ളവരുടെ ഹൃദയത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി എന്ന് വരാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആലോചിച്ച് നോക്കുകയാണ് ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റ്. സബ്ജക്റ്റീവ് മൈൻഡ് കാലദേശത്തെ അതികടക്കുക എന്നുള്ളത് നമ്മൾ അതിക്കുക എന്നാണ് പറയുക. അതിക്കുക എന്ന് പറഞ്ഞാൽ അതിക്കാൻ കഴിവുള്ള ഒരു വസ്തുവിനെ ആത്മാ എന്ന് നമ്മൾ പറയാം. ആത്മാ. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ക്യാൻ പെനിട്രേറ്റ് എനിത്തിങ്, കാലദേശങ്ങളെപ്പോലും പെനിട്രേറ്റ് ചെയ്ത് അപ്പുറം കാണാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ആത്മാ എന്നുള്ള നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കണം ഇവർ സബ്ജക്റ്റീവ് മൈൻഡ് എന്നുള്ള അവസ്ഥയിൽ കൊണ്ടുവന്നതെന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ചില ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയാൻ പറ്റും ഈ സബ്ജക്റ്റീവ് മൈൻഡിന്. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡിനെ ഉണർത്തുക. അപ്പോൾ നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓബ്ജക്റ്റീവ് മൈൻഡും സബ്ജക്റ്റീവ് മൈൻഡും രണ്ടാണ്. ഓബ്ജക്റ്റീവ് മൈൻഡിന് പരിമിതമായ കഴിവുകളാണ്. അത് എപ്പോഴെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിവുകളൊന്നുമില്ല, അലിഞ്ഞു പോയി. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് സബ്ജക്റ്റീവ് മൈൻഡിന് അസാധാരണമായുള്ള കഴിവുണ്ട്. കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേൽ അതീശത്വമൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഓബ്ജക്റ്റീവ് മൈൻഡിന് ഈ കഴിവുകളൊന്നുമില്ല. അപ്പോൾ ഈ ഓബ്ജക്റ്റീവ് മൈൻഡും സബ്ജക്റ്റീവ് മൈൻഡും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തിയാലോ? ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ 1% ഓബ്ജക്റ്റീവ് മൈൻഡ് സബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അങ്ങ് അടിയറ വെച്ചു എന്ന് വയ്ക്കാം, സമർപ്പിച്ചു എന്ന് വെച്ചാൽ 1% സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ കഴിവ് ഓബ്ജക്റ്റീവ് മൈൻഡിലേക്ക് ഒന്ന് സംക്രമിക്കും. അങ്ങനെ മുഴുവനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ കഴിവ് മുഴുവനായിട്ട് ഓബ്ജക്റ്റീവ് മൈൻഡിൽ തന്നെ കിട്ടും. അപ്പോൾ അയാൾ അതിൽ ആ തീ കൂടെ വന്നോളൂ, തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് നടക്കുമ്പോൾ തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ പൊള്ളില്ല. വേറൊരാളെ ഇയാൾ സ്പോൺസർ ചെയ്താൽ മതി,
നീ അതിൽ വന്നോ, നിനക്കത് തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാളെയും പൊള്ളിക്കില്ല, തീ പൊള്ളാതെ വരും. അതുപോലെ വെള്ളത്തിൽ കൂടെ നടന്നു, നീ ആണ്ട് പോവില്ല എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ ആണ്ട് പോകാനുള്ളതായ ആ പ്രിൻസിപ്പിൾസിനെ നിഗേറ്റ് ചെയ്യാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ സൂക്ഷ്മമായിട്ട് ഈ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. ജലപങ്ക കണ്ടകാദിഷു ഉത്ക്രാന്തിജ സിദ്ധയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉത്ക്രാന്തി എന്നുള്ള അവസ്ഥ എന്താണ്? ഒരു പ്രത്യേക തരത്തിലുള്ള ധ്യാനം എത്തിക്കഴിഞ്ഞാൽ, മെൻ്റൽ വൈബ്രേഷൻ എത്തിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റിയെ നള്ളിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നു, ഗ്രാവിറ്റി ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ മേലെ നടക്കാം, ചളി കൂടെ ആണ്ടുപോകാതെ നടക്കാം, മുള്ളിൻ്റെ മേലെ മുള്ള് കറക്കാതെ നടക്കാം എന്നൊക്കെ പതഞ്ജലി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കഴിവുകളൊക്കെ ഇവർക്ക് ഉണ്ടാവും. മാത്രമല്ല വേറൊരാളോട് പറഞ്ഞ് സാരില്ല, ആ കടന്നക്കൂടിൽ കയറിയിട്ട് അത് എടുത്തോളൂ, കടന്നിൽ കുത്തില്ല എന്ന് പറഞ്ഞാൽ അവരെയും കുത്തില്ല. ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിവരിച്ചതായി നമുക്ക് കാണാം. അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാതെ തെളിവുകളുമുണ്ട്. അങ്ങനെ അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡ് ഉള്ളതിലാണ് നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ, ധീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മൈൻഡാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടിക്കൊണ്ടുപോവുക, നയിച്ചു കൊണ്ടുപോവുക, എവിടെ സബ്ജക്റ്റീവ് മൈൻഡായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, അപ്പുറം താമസിക്കുന്നു. ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളി ഇപ്പുറം താമസിക്കുന്നു, ഒരു വളരെ റിച്ച് മാൻ. അപ്പോൾ മറ്റാൾ വളരെ പൂറായിട്ടുള്ളൊരു മനുഷ്യൻ. അയാളുടെ മകനും ഇയാളുടെ മോളും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് റാങ്ക് കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇവളാണെന്ന് വെച്ചാൽ കഷ്ടി മാർക്ക് കിട്ടാതെ തോറ്റിരിക്കുകയാണ്, BSc ആണ്. ആ സമയത്ത് ഈ മുതലാളി ആ റാങ്ക് കിട്ടിയ ആളുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയാണ്. അയാൾ വന്നിട്ട് പറയാണ്, എൻ്റെ മോൾക്ക് നല്ലൊരു മനുഷ്യൻ വേണം, നിൻ്റെ മകൻ വളരെ ഉയർന്നു പോകാൻ സാധ്യതയുള്ളവനാണ്, പണത്തിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാം, എൻ്റെ മകൾക്ക് അവനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഉടനെ അയാൾ കരഞ്ഞു പറയാണ്, അയ്യോ ഇവിടെ മുറ്റടിച്ച് വരാൻ കൂടി ഞങ്ങൾ യോഗ്യരല്ല, പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ ഞാനേറ്റവും, നീ സമ്മതിക്കോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. അവസാനം സമ്മതിപ്പിക്കുകയാണ്. സമ്മതിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, 3-4 ലോറി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ വീടിൻ്റെ അവിടെ വലിയൊരു ബംഗ്ലാവ് പണിയാണ്, അങ്ങോട്ട് വലിയൊരു രാജപാത ഉണ്ടാക്കി. മാത്രമല്ല അവൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഒരുപാട് റുപ്യ അതിലിട്ടിട്ട് ഒരു ബുക്കും ഒരു പാസ്ബുക്കും ഒക്കെ ശരിയാക്കി കൊടുത്ത് വിതിൻ നോ ടൈം ഇവിടെയുള്ള ഈ റിച്ച്നെസ് മുഴുവൻ അങ്ങോട്ട് ഒരു ഏകദേശം പകുതി വരെ അവിടെ എത്തി. പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോളൂ. ഇതുപോലെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ദരിദ്രനായിട്ടുള്ള ദാരിദ്ര്യം പിടിച്ച കുചേലനാണ്. അയാൾക്ക് എന്നായാലും പട്ടിണി തീരില്ല, എന്നായാലും പ്രാരബ്ധങ്ങളാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കാലദേശാതീതമായുള്ള പ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേൽ അതീശക്തി, അഷ്ടായിശക്തി, ഇതൊക്കെ ഉള്ള, അതായത് കൃഷ്ണൻ താഴെയുണ്ടെന്ന്. എന്നിട്ട് ഈ കൃഷ്ണനും ഇയാളും തമ്മിൽ ബന്ധപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ഈ ദാരിദ്ര്യം മുഴുവൻ. അവസാനം ഈ ബുദ്ധി ഉപദേശിക്കുകയാണ്, ഭാര്യ ഉപദേശിക്കുകയാണ്, നിങ്ങൾ പണ്ട് കൃഷ്ണൻ്റെ കൂടെ ആയിരുന്നല്ലോ, അന്ന് യാതൊരു പ്രാരബ്ധം ഇല്ലായിരുന്നു, അതുകൊണ്ട് വിട്ടുപോകുന്നതിന് ശേഷം അല്ലേ ഈ പ്രാരബ്ധം, അപ്പോൾ ഒന്നും കൂടി കൃഷ്ണനെ കണ്ടു നോക്കിയാൽ ഇതിനൊരു പരിഹാരമായെങ്കിലോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് കുചേലൻ കൃഷ്ണനെ കാണാൻ, സബ്ജക്റ്റീവ് മൈൻഡിനെ കാണാൻ പോവുക. കണ്ടോടുകൂടി എന്തായി, ഈ കുചേലൻ അറിയാതെ തന്നെ കൃഷ്ണൻ്റെ അനന്ത വൈഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെത്തി അവിടെയുള്ള ദാരിദ്ര്യം മുഴുവൻ തീർക്കുക ചെയ്യും. അപ്പം അതുപോലെ നമ്മൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ അതാണ്, ഒബ്ജക്റ്റീവ് മൈൻഡ് സബ്ജക്റ്റീവ് മൈൻഡ് തമ്മിലൊന്ന് കൂട്ടിമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആ സാഹചര്യം ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു പഴുത് ഉണ്ടാക്കണം. രണ്ടും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്, ഈ ബൗണ്ടറീനെ ഇതാക്കണം. ചിലർ മന്ത്രം ജപിച്ചിട്ട് അവിടെ ഒരു ഓട്ടം ഉണ്ടാക്കി അങ്ങോട്ട് പ്രവേശിക്കും, എന്നിട്ട് അവിടെ ദർശനം സാധിക്കും. ചിലർ പ്രാണായാമം ചെയ്തിട്ട് അവിടെ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കും. പ്രാണായാമം എന്ന് പറഞ്ഞൊരു സാധനയിലൂടെ ഒരു വഴി ഉണ്ടാക്കി ആ വഴി കൂടി ബന്ധപ്പെടും. ചിലർ ആധാര ധ്യാനത്തിൽ കൂടെ, ചിലർ ഭക്തി പ്രകടനങ്ങളിലൂടെ, ചിലവർ ജ്ഞാനശാസ്ത്രം ഉപാസിച്ചിട്ട്, എങ്ങനെയെങ്കിലും ഒരു വഴിക്ക് അങ്ങനെ ഈ സബ്ജക്റ്റീവ് മൈൻഡായിട്ടൊരു കാഴ്ചയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കുക. ഉണ്ടാക്കിക്കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പരംദൃഷ്ടുവ, അതിനെ കണ്ടു കഴിഞ്ഞാൽ നിവർത്തത എല്ലാ ദാരിദ്ര്യവും നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ളതാണ് തത്താവത് ഭാതി, അതിവിടെ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. എന്താ അതിൻ്റെ സ്വരൂപം? ഈ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ സ്വരൂപം വർണ്ണിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. സാന്ദ്രാനന്ദാണ്, സാച്ചുറേറ്റഡ് ബ്ലിസ്സാണ് സാന്ദ്രാനന്ദ. അവബോധമാണ് ജസ്റ്റ് അണ്ടർനീത്ത് ദിസ്, ഈ ബോധത്തിൻ്റെ തൊട്ട് താഴെയാണ്. ആത്മകം, ദാറ്റ് വിച്ച് ക്യാൻ പെനിട്രേറ്റ്, കാലദേശങ്ങളൊക്കെ അതികടന്ന് കാണാൻ കഴിയുന്നു. കാലദേശാവധിഭ്യം, കാലങ്ങളിൽ ദേശങ്ങളിൽ, ദാറ്റ് വിച്ച് ക്യാൻ ട്രാൻസെൻഡ് ദ ബാരിയർ ഓഫ് ടൈം ആൻഡ് സ്പേസ്. അതാണ് നിർമുക്താണ്, ദാറ്റ് ഈസ് പിന്നെ എപ്പോഴും എവർ ഫ്രീ ആണ്. നിർമുക്തം, മുക്താണ്, എവർ ഫ്രീ. നിത്യമുക്തം,
എന്നെന്നും ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. ആദ്യം നിർമുക്തമാണ് ടോട്ടലി ഫ്രീ, നിത്യമുക്തം എവർ ഫ്രീ. നിഗമശാസ്ത്രേണ നിർഭാസ്യമാനാണ്. എല്ലാ നിഗമാഗമ ശാസ്ത്രങ്ങളിലും ഏതൊന്നിനെയാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതാണിത്. തത്താവദ്ഭാതി അതിങ്ങനെ പ്രകാശിക്കുന്നു. പവനപുരപതി ഈ പ്രാണമയ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹന്തഭാഗ്യം ജന, ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താ നമുക്കെന്ന് പറയാം. അപ്പോൾ സാന്ദ്രാനന്ദ അവബോധ ആത്മകം അനുപമിതം അൺകമ്പയറബിളാണ്. ഇതുപോലെ മറ്റൊന്നും ഇല്ല എന്നർത്ഥം. അദ്വൈതം അനുപമിതം കാലദേശാവതിഭ്യം ഇങ്ങനെയൊക്കെ പറയുന്ന ആ ശ്ലോകം, ഒന്നാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ പരിപൂർണമായിട്ടുള്ള വർണ്ണനയാണ്. അത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സ്വയം പ്രകാശമായിട്ട് നിൽക്കുന്നു. അന്ധഭാഗ്യം ചെയ്യാൻ അതിലും വലിയ ഭാഗ്യം ഇനി നമുക്ക് എന്താ വേണ്ടത്? അത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ആണ് ഇത്ര പൈസ കൊടുത്താലേ അവിടെ കാണാൻ പറ്റുള്ളൂ എന്നൊന്നുമല്ല, നമ്മളുള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അഗ്രേ പശ്യാമി, മറ്റെല്ലാം അവസാനിക്കുന്നിടത്തേ കാണുള്ളൂ എന്ന് മാത്രം. അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണില്ല. മേഘാപായ അംശുമാനിവ എന്ന് പറയുന്ന മാതിരിയാണ്. മറ്റെന്തെങ്കിലും ഒന്ന് നമ്മളെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി അവസാനിക്കുന്നിടത്ത് ഇത് കാണുള്ളൂ. അഗ്രേ പശ്യാമി തേജോ നിവിടത, എൻ്റെ ആ പ്രകാശസ്വരൂപമായിട്ടുള്ള തന്നെത്താൻ തിരിച്ചറിയൽ. അപ്പം ഇങ്ങനെ ഒരു വലിയ ശാസ്ത്രത്തിലേക്ക്, നമ്മുടെ ആധുനിക ശാസ്ത്രത്തിലേക്ക് വളരെയധികം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഈ മഹാതത്വത്തിലേക്ക് വളരെയധികം വെളിച്ചം വീശി ഇതിൻ്റെ മഹത്വത്തെ വളരെയധികം വിപുലമാക്കി കാണിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഇപ്നോ സയൻസിൽ ഇപ്പം അങ്ങേയറ്റത്ത് ഉയർന്നു വന്നിട്ടുള്ളതായ അവരുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേയും കൂടെ ഉണർവ് കിട്ടുകയാണ്. ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ വളരെയധികം ഉണർവ് കിട്ടുകയാണ്. ശാസ്ത്രീയ ദൃഷ്ടി കൂടെ അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് സാധിക്കാവുന്നതാണെന്നും വലിയ പ്രയാസമൊന്നും ഇല്ലാതെ നമ്മളുള്ളിൽ കിടക്കുന്നതല്ലേ. നിധിയുടെ മേലെ വിവേകാനന്ദ സ്വാമി ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരു നിധി കുമ്പത്തിൻ്റെ മേലിരുന്നിട്ടാണ് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ ജലാശയത്തിൻ്റെ തൊട്ട് മേലിരുന്നിട്ടാണ് നിങ്ങൾ ദാഹിച്ച് വരയുന്നത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളുള്ളിൽ ഈ ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതാക്കി തരാൻ കഴിവുള്ളതായ ഒരു വലിയ നിധിയാണ് ഉള്ളിലിരിക്കുന്നത്. തഥാവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാന ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്, അതിനൊന്നും പരിചയപ്പെടുക എന്നുള്ളത്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയാസവുമില്ല. ഈ ദാരിദ്ര്യം മുഴുവൻ, കുചേലൻ്റെ ദാരിദ്ര്യം തീർന്നു പോലെ നമുക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് വാനിറ്റീസ് അക്കമ്പി പറയുന്ന മാതിരിയുള്ള വാനിറ്റീസ്, എവിടെ നോക്കിയാലും വാനിറ്റീസ് മാത്രമാണ്. അത് വാനിറ്റിയായിട്ട് കാണും. കൃത്യമായിട്ടുള്ളതും അസ്ഥിരമായിട്ടുള്ളതും മായാവലയത്തിൽപ്പെട്ടതുമായിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് കാണപ്പെടുകയാണ്. യാഥാർത്ഥ്യം, സത്യത്വം, കാലദേശാതീതമായിട്ടുള്ള മഹാപ്രജ്ഞ സത്യത്വം എവിടെയാണെന്ന് തിരിച്ചറിയാണ്. അതുമായിട്ട് ഒരു ബന്ധപ്പെടാൻ ഒരു ചെറിയ എഫർട്ട് ദിവസവും അല്പനേരം ഒരുവൻ്റെ മനസ്സ് ചിൽപ്രഭേദയിലേക്കിൽ അവൻ കുപ്പയോട് സഭമായി ഭവിക്കും വിപ്രപഞ്ചസുഖവൻ പ്രവേശിക്കുന്ന അല്പസമയം ആ ഒരു ലയാവസ്ഥയിൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല എന്നർത്ഥം. ഒരു വലിയ പാമ്പ് അവിടെ കിടക്കുന്നു പേടിച്ചിട്ട് നമുക്ക് ആ വഴിയൊക്കെ മുടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് അടിച്ച് നോക്കി പാമ്പിനെ കണ്ടു, പാമ്പല്ല കയറാന്ന് കണ്ടു, അതോടുകൂടി ഭയമൊക്കെ പോയി. പക്ഷേ ആ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് പാമ്പ് പോലെ തോന്നുന്നെങ്കിലും പാമ്പ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു കയറ് മാത്രമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് പോലെ ഒരു സെക്കൻഡ്, ഒരു നൊടിയുടെ സമയത്ത് ഈ ഒരു ലൈറ്റ്നിങ്ങിൽ കാണുന്ന മാതിരി ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംശയമൊക്കെ തീരുന്നതാണ്. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്നുള്ളൊരു ബോധം നമ്മളുള്ളിൽ ഉണർന്നു കിട്ടുന്നതാണ്. അത് ആ ബോധത്തോടു കൂടി ഈ ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അതിൻ്റെ കഴിവ് വന്നതോടുകൂടി നമുക്ക് ഈ പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശക്തി, കാലദേശാതീതമുള്ള മഹാപ്രജ്ഞ മുതലായതൊക്കെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ഈ പ്രജ്ഞ തെളിഞ്ഞതായ മഹാരഥന്മാരായിരുന്നു ആ യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിന്നിരുന്നതും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളിയൊക്കെ കളിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. Ishvara Maharaj has the power, the ability to see things that are far off. How far? The distance does not matter because So I live in US, so you can see things there? yeah, Okay, tell me something. you have about 4 rooms down in the ground area where you just enter, and then right side you have 1 room, and then you go in, and then you have the other 3 rooms, and then the staircase which goes upward is it has railings and it is straight, it has no curve or anything, it's just an upward lift and then you get in. So tell me, how do you know it's my house? You see a house. How do you know it's my house? So actually what Swamiji says is that when your third eye gets awakened, so you have the vision to see everything. So Swamiji explains this concept of oneness, where he says when you're feeling the oneness with anything, you can just connect it with anything and everything around you. So I just get into that space
that feeling where I am one with everything. So I just know what things are.